നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി ഞാൻ പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തുകയാണ്. ഇത്തവണത്തെ വീഡിയോ ഒരു സെലിബ്രിറ്റിയാണ്, ഒരു ബിസിനസ്സുകാരനാണ്, അതിലുപരി തൻ്റെ തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യസ്നേഹിയാണെന്ന് തെളിവും കൂടെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. മറ്റാരുമല്ല, മൈജി ഷാജി. കോഴിക്കോട് ജില്ലയിൽ ജനിച്ചു വളർന്ന മൈജി ഷാജി ദുബായിൽ പോയി അവിടെ നിന്ന് തിരിച്ചു വന്ന് 2001 ഒരു ചെറിയ ഷോപ്പുമായി രംഗത്തെത്തി. പിന്നീട് അത് 3G എന്ന പേരിലേക്ക് അറിയപ്പെട്ടു. അതിനുശേഷമാണ് മൈജി എന്നറിയപ്പെട്ടത്. 2001 മുതൽ മൈജി ഷാജിയുടെ ഇടകയും വലങ്കയുമായി നിന്ന ഒരു വ്യക്തിയുണ്ട്, അനീഷ്. എനിക്ക് പേഴ്സണലി അദ്ദേഹത്തെ അറിയാം. ഇത്രയും വർഷക്കാലമായി, 23 വർഷക്കാലമായി ഷാജിയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു തൊഴിലാളിയാണെങ്കിൽ, ചേർത്ത് പിടിക്കുന്ന ഒരു മുതലാളിയാണെങ്കിൽ അതിൽ വലിയ ആത്മബന്ധമുണ്ട്. എനിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ തന്നെ മൈജി ഷാജി പറയുകയുണ്ടായത്, എനിക്ക് തൊഴിലാളികളില്ല, എനിക്ക് ജീവനക്കാരില്ല, അവരെല്ലാം എൻ്റെ പാർട്ട്ണറാണ് എന്നാണ് പറഞ്ഞത്. ആ വാക്ക് വളരെ പ്രസക്തമായി വലിയ രീതിക്ക് ചർച്ച ചെയ്യപ്പെട്ട ഒരു വാക്കായിരുന്നു അന്ന് മൈജി ഷാജി എനിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. നമ്മളെ കൂടെ നിൽക്കുന്ന എൻ്റെ ജോലിക്കാരെന്ന് പറയുന്നത് എൻ്റെ പാർട്ട്നേഴ്സാണ്. ഞാൻ അവരെ പാർട്ട്നേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പം എൻ്റെ വാപ്പിച്ചി തന്ന ഒരുപാട് അഡ്വൈസുകളിൽ ഒന്നാണത്. കാരണം കൂടെ നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും നമ്മൾ കൂട്ടിപ്പിടിക്കണം എന്നാണ് പറയാം. കാരണം അവരുണ്ടെങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ നല്ല രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു. ഇപ്പോൾ എനിക്ക് 2580 പേര് എൻ്റെ പാർട്ട്നേഴ്സായി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിൽ തുടങ്ങിയ 112ാമത് ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ മഞ്ജു വാര്യറും മന്ത്രിയായതിനു ശേഷം ആദ്യമായി ഗണേഷ് കുമാർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലുമാണ് 23 വർഷം പിന്നിടുന്ന അനീഷിനെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മുതലാളി തൊഴിലാളി ബന്ധത്തിനപ്പുറം ഒരു കൂടപ്പിറപ്പെന്ന നിലയിലേക്ക്, ഒരു സഹോദരൻ എന്ന നിലയിലേക്ക് അദ്ദേഹത്തെ അവിടെ വെച്ച് ആദരിക്കണമെങ്കിൽ ഒരു മുതലാളി എന്ന ഒരു ലേബലുമില്ലാതെ, ഒരു തൊഴിലാളി എന്ന ഒരു ലേബലുമില്ലാതെ ഇവർ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ആത്മബന്ധം തന്നെയാണ്. അതിനെയാണ് മൈജി ഷാജി പറഞ്ഞതും, എനിക്ക് തൊഴിലാളികളല്ല, ജീവനക്കാരല്ല, എൻ്റെ പാർട്ട്ണർമാരാണ്. 3000-ൽ പരം ജോലിക്കാരും ഇദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്ന അവരെല്ലാം പാർട്ട്ണറാണ് എന്ന് പറയുമ്പോൾ അത് വലിയൊരു വാക്ക് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം ഒരു പ്രസ്താവന നടത്തിയ ഷാജി മറന്നുപോകാതെ 23 വർഷം പിന്നിടുമ്പോൾ ഈ കരുനാഗപ്പള്ളിയിലെ ഷോപ്പിൽ വെച്ച് ആദരിക്കുകയുണ്ടായി. അത് വലിയ രീതിയിൽ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. അവിടെ നിന്നവരെല്ലാം വലിയ കയ്യടിയോടുകൂടിയാണ് അത് സ്വീകരിക്കുകയും ചെയ്തത്. മൈജിക്ക് മുൻപേ ഷാജിക്കാട് കൂടെ ആരാണ് എന്ന് ചോദിച്ചാൽ 23 വർഷങ്ങൾ പിന്നിടുന്ന നമ്മുടെ ചീഫ് ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ, മൈജിയുടെ CBDO, മൈജി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഷാജിക്കയുടെ വലം കൈയായി നിന്ന് മൈജിക്ക് രൂപം കൊടുത്ത് മൈജിയെ കേരളം മുഴുവൻ വളർത്തിയ നമ്മുടെ ഏറെ പ്രിയപ്പെട്ട 100-ലധികം ഷോറൂമുകൾക്ക് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് നെറ്റ്വർക്കായി മാറിയതിൽ പ്രധാന പങ്ക് വഹിച്ച നമ്മുടെ അനീഷ് ഏട്ടൻ, അനീഷ് സാർ മൈജിയിൽ ചേർന്നിട്ട് ഇന്ന് കൃത്യം 23 വർഷങ്ങൾ തികയുകയാണ്. മൈജിയേക്കാൾ പ്രായമുള്ള മൈജിയുടെ പ്രധാന അമരക്കാരിൽ ഒരാൾ അനീഷേട്ടന് ഹൃദയം നിറഞ്ഞൊരു കൈയടി. മൈജിയുടെ വളർച്ചയിൽ ഷാജിക്കയുടെ തോളോട് തോൾ ചേർന്ന് പോരാടിയ നമ്മുടെ പ്രിയപ്പെട്ട അനീഷേട്ടന് ഈ കുറി ഞങ്ങൾ ഹൃദയം നിറഞ്ഞ് അതിന്റെ നന്ദി അറിയിക്കുകയാണ്. ജീവനക്കാരെ ചേർത്ത് പിടിക്കുന്നതോടൊപ്പം ഇദ്ദേഹം ചെയ്തിരിക്കുന്ന നന്മകളും, തൊഴിലാളിക്ക് ചെയ്ത നന്മകളും ഒന്നും പറയാതെ ഇരിക്കാൻ വയ്യ. ഞാൻ അനീഷുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരം, 2 വർഷം മുമ്പ് ഷോപ്പുകളെല്ലാം നോക്കി നടത്തുന്നതും മാർക്കറ്റിംഗ് നടത്തുന്നതും എല്ലാം അനീഷാണ്. 2 വർഷം മുമ്പ് ഇദ്ദേഹത്തിന് ഷാജി നൽകിയത് ബെൻസ് കാറായിരുന്നു സമ്മാനം. നമ്മൾ സിനിമാ മേഖലയിൽ കാണാറുണ്ട്, സിനിമ ഹിറ്റാവുമ്പോൾ കാറുകൾ കൊടുക്കുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊടുക്കുന്നത്. അതുപോലെ ഒരു ഷോപ്പിൻ്റെ എല്ലാ മേഖലയിലും കൈയോട്ട് നോക്കി നടത്തുന്ന അനീഷ് നൽകിയത് ബെൻസ് കാർ. അത് കൃത്യമായി തന്നെ ഷാജി നൽകിയെങ്കിൽ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ്. അതോടൊപ്പം തന്നെ മറ്റ് ജീവനക്കാർക്കും കാറുകൾ നൽകിയിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അതിനുമപ്പുറം എല്ലാ വർഷവും തൊഴിലാളികളുമായി ടൂർ പാക്കേജ് പലയിടങ്ങളിലേക്കും ഇവരെ ഒരുമിച്ച് കൊണ്ട് ഈ ടൂറ് നടത്താറുണ്ട്. ഫെസ്റ്റിവൽ സീസൺ, ഓണം, വിഷു, പെരുന്നാൾ, റംസാനൊക്കെ വരുമ്പോൾ തൊഴിലാളികളും, അങ്ങനെ പറയാൻ പാടില്ല, ഇവരുടെ പാർട്ട്ണർമാരും കുടുംബാംഗങ്ങളും ചേർന്ന് ഷാജിയുടെ വീട്ടിൽ ഒന്നിച്ചു കൂടാറുണ്ട്. ഇതൊക്കെയാണ് മൈജി ഷാജി കൂടെ നിൽക്കുന്നവർക്ക് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ
അതിൽ എത്രമാത്രം പ്രസക്തമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മുതലാളി തൊഴിലാളി ബന്ധത്തിനപ്പുറം സഹോദര സ്നേഹമുണ്ടെങ്കിൽ ഒരു പ്രസ്ഥാനം എത്രമാത്രം വളരാൻ കഴിയുമെന്നതിൻ്റെ തെളിവാണ് മൈജിയുടെ ഈ വളർച്ച എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരം സന്ദർഭങ്ങൾ മറ്റുള്ളവർക്കും മാതൃക തന്നെയാണ്. അനീഷിനെ ചേർത്ത് പിടിച്ചതുപോലെ, മറ്റ് ജീവനക്കാരെ ചേർത്ത് പിടിച്ചതുപോലെ മറ്റു മുതലാളിമാരും തൊഴിലാളികളെ ചേർത്ത് പിടിച്ചാൽ സമൂഹത്തിൽ നല്ലൊരു മെസ്സേജ് ഉണ്ടാകും. അല്ലെങ്കിൽ ഒരാൾ 23 വർഷം ഒരാളുടെ കൂടെ തന്നെ ജോലി ചെയ്യണമെങ്കിൽ അത്രമാത്രം ആത്മബന്ധങ്ങൾ ഉണ്ടാകണം. അങ്ങനെ വർഷങ്ങളായ ജീവനക്കാർ ഇവരോടൊപ്പം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും മൈജിക്കും ഷാജിക്കും അതോടൊപ്പം അനീഷിനും മറ്റ് കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. ഇത്തരം സന്ദർഭങ്ങൾ ഓർത്തെടുക്കാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് മാത്രമാണ് ഇത്തരമൊരു ആദരവുണ്ടായി എന്ന് കരുനാഗപ്പള്ളിയിൽ ഞാൻ അറിയുകയും അവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുകയും ഇത് പ്രേക്ഷക റൂമിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നിയത്. നല്ല മനസ്സിൻ്റെ ഉടമയായാൽ മാത്രമേ ചേർത്ത് പിടിക്കാൻ പറ്റുകയുള്ളൂ. ചേർത്ത് പിടിച്ചാലേ നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുള്ളൂ. ചേർത്ത് പിടിക്കുകയും ചേർന്ന് നിൽക്കുകയും ചെയ്താൽ ഒരു പ്രസ്ഥാനം തന്നെ വലിയ വിജയത്തിലേക്കാകുമെന്നതിൻ്റെ ഉദാഹരണമാണ് മൈജി എന്ന സ്ഥാപനം.